ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് ചിക്കൻ ടിക്ക മസാല. ഞാനിതിന് മുൻപ് തേങ്ങാച്ചോറിൻ്റെ കൂടെ സെർവ് ചെയ്തിരുന്നത് ചിക്കൻ ടിക്ക മസാലയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ടിക്ക ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഡ്രൈ വേർഷൻ. അപ്പോൾ അത് കാണാത്തവർ അത് കാണാൻ മറക്കരുത്. കാരണം ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ ടിക്കയുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ പണ്ടൊക്കെ ചിക്കൻ ടിക്ക ഉണ്ടാക്കിയിരുന്നത് ചിക്കൻ ടിക്ക മസാലയുടെ പൗഡർ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ജസ്റ്റ് മാരിനേറ്റ് ചെയ്യുക, ഉണ്ടാക്കുക, അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക. അതിനേക്കാളും ഗംഭീരമായിട്ട് നമുക്ക് വീട്ടിൽ ചിക്കൻ ടിക്ക മസാല തയ്യാറാക്കാൻ പറ്റും എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നലെ ആയിട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ, അതായത് എങ്ങനെയാണ് ഈസി ആയിട്ട് ഗാർലിക് പീൽ ചെയ്യുക എന്നുള്ള വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെങ്ങനെ ചേച്ചി കൂടുതൽ ബൾക്കായിട്ട് നമുക്ക് പീൽ ചെയ്തിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും പറ്റും. പക്ഷേ നിങ്ങൾ അപ്പം തന്നെ അത് ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഓയിൽ ഒന്ന് പരട്ടി കൊടുക്കുകയാണെങ്കിൽ ഒരു പച്ച കളർ വരാതെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതും അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയിട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. പിന്നെ ഒട്ടും കേടാവില്ല. ഞാൻ തീർച്ചയായിട്ടും അടുത്ത് തന്നെ എങ്ങനെയാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഈസി പീസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാല തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ബോൺലെസ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 1/2 കിലോ ഫ്രഷ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് ചെറിയൊരു മീഡിയം സൈസ് പീസസ് ആയിട്ട് മുറിച്ച് നന്നായി വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുന്ന പീസസ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ പീസായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. വലിയ പീസായിട്ട് മുറിച്ചിട്ട് ഗ്രില്ല് ചെയ്തതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഗ്രില്ലായതിന് ശേഷം. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് ഒരുമിച്ച് ഗ്രില്ല് ചെയ്തെടുക്കാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്തോളൂ. ബോൺലെസ്സിന് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് ബോൺലെസ് ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ അത് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലോട്ട് മാരിനേഷൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി. നല്ല ജീരകം എന്ന് പറയുമ്പോൾ ക്യൂമിൻ സീഡ്സ് കേട്ടോ. ഇതിപ്പോൾ വറക്കാത്ത പൊടിയാണ്. 1/2 ടീസ്പൂൺ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല 1/4 ടീസ്പൂൺ. ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ടിക്കയുടെ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഗരം മസാല 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി വളരെ കുറച്ച് അളവിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ ആണ്. കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ കേട്ടോ. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ സാധാരണ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അതായത് എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കസൂരി മേത്തി. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയില ഉണക്കിയതാണ്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ്, അത് വിട്ടു പോകരുത്. അപ്പോൾ അത് കയ്യിലൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മെയിനായിട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് തൈര്. അപ്പോൾ സാധാരണ ചിക്കൻ ടിക്ക ചെയ്യുന്ന സമയത്ത് ഞാൻ തൈരിലത്തെ വെള്ളം കംപ്ലീറ്റ് ഊറ്റി കളഞ്ഞതിന് ശേഷം മാത്രമാണ് ചിക്കൻ ടിക്ക ചെയ്യാറുള്ളത്. പക്ഷേ ഇത് ചിക്കൻ ടിക്ക മസാല ആയതുകൊണ്ട് ഞാനിപ്പോൾ സാധാരണ രീതിയിൽ തന്നെ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 8 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. അതുപോലെ തന്നെ അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ടേസ്റ്റ് നോക്കണം. ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, പുളി കുറവാണെങ്കിൽ പുളി ചേർത്ത് കൊടുക്കുക. എല്ലാം ടേസ്റ്റ് റെഡി ആയതിനു ശേഷം മാത്രം ഇതിലോട്ട് നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇട്ട് മാരിനേറ്റ് ചെയ്ത് മിനിമം 20 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അപ്പോഴേക്കും ചിക്കൻ്റെ പീസസിലെല്ലാം മസാല പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ചിക്കൻ മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ അധികം എരിവ് വേണമെന്ന് നിർബന്ധമില്ല. കാരണം നമ്മൾ മസാല ചെയ്യുമ്പോൾ അതിൽ അത്യാവശ്യം എരിവ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എരിവ് കുറവാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ടെങ്കിലാണ് ആ ചിക്കനിലേക്കൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ 1/2 കിലോ ചിക്കനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. ഇനി നമുക്ക് ഇതിനുള്ളിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ടിക്കയുടെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട്
കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ബട്ടർ ചിക്കൻ സാധാരണ ബട്ടറിലാണ് ഉണ്ടാക്കാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ അവസാനം മാത്രമേ അല്പം ബട്ടർ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ വഴറ്റാൻ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഓയിലാണ്. അപ്പോൾ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് താല്പര്യമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വഴറ്റിയെടുക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 2 സവാള നീളത്തിലരിഞ്ഞതാണ്. 2 മീഡിയം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു 10-12 അണ്ടിപ്പരിപ്പാണ്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അരയ്ക്കാൻ പോകുന്നതാണ് കേട്ടോ. ഇതെല്ലാം വഴറ്റിയതിന് ശേഷം പച്ചമുളക് മാറിയതിന് ശേഷം അരച്ചെടുക്കും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അരച്ച കറിയാണ് ഇഷ്ടം, അതുകൊണ്ട് അരച്ചെടുക്കാനാണ് പോകുന്നത്. അതേസമയം ഇപ്പോൾ നിങ്ങൾക്ക് അരയ്ക്കേണ്ട എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവാളയ്ക്കില്ലേ വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ അരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി അരിഞ്ഞ് ഇടുന്നതിന് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ, അരയ്ക്കേണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ ഞാനിത് അരയ്ക്കുന്ന കാരണമാണ് ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ്. ഒരു മീഡിയം 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ വെളുത്തുള്ളി തൊലി കളയണ ഈസി ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് ഒക്കെ നമ്മൾ തൊലി കളഞ്ഞ് വെക്കണമെങ്കിൽ അപ്പം തന്നെ എടുത്തിട്ട് ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ച കളർ വരും നമ്മുടെ വെളുത്തുള്ളിയുടെ പുറത്ത്. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. അതല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഉടനെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഇടാം. അപ്പോൾ ഞാൻ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു പച്ചമുളകാണ്. അപ്പോൾ ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിൽ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ട്രാൻസ്ലൂസൻ്റ് ആവുന്ന വരെ, അതായത് നന്നായിട്ട് വാടി വരുന്ന വരെ വഴറ്റി കൊടുക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ പച്ചമുളക് മാറിക്കോളും. അല്ലാതെ ഒരുപാട് ഗോൾഡൻ കളർ ആവാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ട്രാൻസ്ലൂസൻ്റ് ആവട്ടെ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കുമ്പോഴേ ക്രീമൊന്നും ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ക്രീം ചേർക്കാത്ത കാരണമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്രീം ചേർക്കണം എന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ അവസാനം ക്രീം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തീ കുറച്ചതിന് ശേഷം ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ സിമ്മിലോട്ടാണ് ഇട്ടിരിക്കുന്നത്, അതായത് തീരെ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, അതായത് ക്യൂമിൻ പൗഡറാണ്. വറക്കാത്ത പൗഡറാണ് കേട്ടോ. ഇത് വെറുതെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, പൊടിച്ചിട്ട് അരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ 1.5 ടീസ്പൂണാണ്. ചെറിയ ടീസ്പൂണിൽ 1.5 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സെയിം അളവിൽ തന്നെയാണ് ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. സാധാരണ രീതിയിൽ ഞാൻ ഗരം മസാല വളരെ കുറച്ച് ചേർക്കാറുള്ളൂ കറികളിലൊക്കെ, പക്ഷേ ഈ കറിയിൽ നമുക്ക് അത്യാവശ്യം വേണം. അതുകൊണ്ട് ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല മുളക് പൊടി 1 ടീസ്പൂൺ, രണ്ടും ഒരേ അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാറില്ല. വേണമെങ്കിൽ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പക്ഷേ ആ കളർ മാറി കിട്ടും. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. പിന്നെ നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി 1 ടീസ്പൂൺ. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ സെയിം അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കസൂരി മേത്തി, നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ ഉലുവയുടെ ഇല ഉണക്കിയത് അല്പം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അവസാനം നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കണം. ജസ്റ്റ് കയ്യിലിട്ടിട്ടൊന്ന് തിരുമ്പിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മസാലകളിലേക്ക് പച്ചച്ചുവ മാറുന്ന വരെ അങ്ങ് വഴറ്റി കൊടുക്കുക. ചെറിയ തീയിലിട്ട് ചെയ്താൽ മതി, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ കരിഞ്ഞു പോകുകയെ. അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് എണ്ണ പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കണം. തക്കാളി അരിയുമ്പോൾ എപ്പോഴും ഈ മിഡിലത്തെ പോർഷൻ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം അരിഞ്ഞിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു മീഡിയം നല്ല പഴുത്ത തക്കാളിയാണ് ഞാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ തക്കാളി ആണെങ്കിൽ 1 ചേർത്താൽ മതിയാകും. പുളി അനുസരിച്ച് വേണം ചേർക്കാൻ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കില്ല, എന്നാൽ പോലും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇതിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ അല്പം വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചോളൂ. അപ്പോൾ പിന്നെ അടി പിടിക്കുന്ന പേടി വേണ്ട. അപ്പോൾ ഇത് മൂടി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചിലവരും ഇതുണ്ടാക്കുമ്പോൾ എളുപ്പത്തിന് ചിക്കൻ ടിക്ക മസാല പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ആ മസാല പൗഡറാണ് ഇതിൽ ചേർത്ത് കൊടുക്കാറ്. പക്ഷേ ഞാനത് ചിക്കൻ ടിക്ക മസാല വാങ്ങിക്കാറില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് പതിവ്. ഇതുപോലെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നന്നായി അരച്ചെടുക്കുക. അപ്പോഴേക്കിനും നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കണം. നമ്മുടെ മസാല ഞാൻ ചൂടാറാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷമാണ് അരച്ചെടുക്കേണ്ടത്. ആ സമയം കൊണ്ട് നമുക്ക്
ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഓവനിലാണെങ്കിൽ ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്യാം, അതല്ലെങ്കിൽ സാധാരണ പാത്രത്തിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാവർക്കും സാധാരണക്കാർക്കും കൂടെ വേണ്ടിയിട്ടാണ് പാത്രത്തിൽ വെച്ച് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ടിക്കയുടെ വീഡിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈന്യൂട്ട് പോയിന്റ്സും അതിലുണ്ടാവും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഗ്യാസ് ഓൺ ചെയ്യട്ടെ. പാത്രം മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചിക്കൻ്റെ പീസസ് വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അതിലോട്ട് നമുക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചിക്കൻ്റെ പീസസ് കുക്കായി കിട്ടും. അപ്പോൾ നിങ്ങൾ ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവനിൽ ഗ്രില്ല് ചെയ്തെടുത്താലും മതി കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്തോളൂ. അപ്പോൾ മാക്സിമം ഇത് 2-3 ബാച്ചായിട്ട് നമുക്കിത് ഇതേപോലെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുന്നത്. ഇത് 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യുക. അതിനുശേഷം തുറന്നിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കുക്കായെന്നൊന്ന് നോക്കാം. തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായി കുക്കായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലത്തെ വെള്ളം വറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രം ജസ്റ്റ് ഓയിൽ അതിൻ്റെ മേലേക്ക് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക കേട്ടോ. ഇത് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളം വറ്റിച്ചെടുക്കണേ. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അല്പം മാത്രം ഓയിൽ ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും അല്ല, ജസ്റ്റ് ഒന്ന് ഓയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ വെച്ച് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രില്ല് ചെയ്യാൻ ഇൻ ദ സെൻസ് ഒന്നൊരു ചെറിയൊരു ഷെയ്ഡ് മാറണം. അപ്പോഴാണ് ചിക്കൻ ടിക്കയുടെ ഫീൽ വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് ചെയ്യുന്നത്. ജസ്റ്റ് അതിന് താഴേക്കൊരു ബ്ലാക്ക് ഷെയ്ഡ് വരണം. ആ ഒരു രീതിയിലാവുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഓരോ ചിക്കൻ്റെ പീസിലും ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് മസാലയൊക്കെ ഇങ്ങനെ ഗ്രില്ലായിട്ടുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. നല്ല ചിക്കനൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് സെയിം പാത്രത്തിൽ തന്നെ വീണ്ടും സെയിം പോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ്റെ പീസസും ഇതേപോലെ തന്നെ കുക്ക് ചെയ്ത് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഞാൻ ചിക്കൻ കംപ്ലീറ്റ് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്കിനി നമ്മളിത് വഴറ്റി വെച്ചിരിക്കുന്ന മസാലയില്ലേ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. ഇതാ ഞാനിവിടെ നമ്മുടെ മസാല അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരല്പം വെള്ളം ചേർത്ത് അരച്ചിരിക്കുന്നതാണിത്. നമുക്കിനി ഇത് ഒരു കടായിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മസാല കുക്ക് ചെയ്തിരിക്കുന്ന സെയിം കടായിലോട്ട് തന്നെ ഒഴിക്കാൻ പോകുന്നു കേട്ടോ. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടില്ല, കാരണം വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് അരയ്ക്കണം. അപ്പോൾ കംപ്ലീറ്റ് മസാല ഇതിലോട്ട് വരണം, അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ജസ്റ്റ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് അടിച്ച് കൊണ്ടുവരാൻ ഞാൻ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഗ്ലാസോളം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്, കാരണം ഇത് കുറച്ചും കൂടെ നേരം തിളയ്ക്കണം. അപ്പോൾ ഒരു 2 ഗ്ലാസോളം ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കളറൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നന്നായി തിളക്കട്ടെ. ഒരു 5 മിനിറ്റ് കിടന്ന് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇതിലോട്ട് ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അല്പം ഓയിൽ വെച്ച് കൊടുക്കാൻ പോവാണ്. അവസാനം മാത്രം ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുള്ളൂ. ഇപ്പോൾ ഒരു അല്പം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകെണ്ണയിലാണ് സാധാരണ രീതിയിൽ പഞ്ചാബീസൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ കടുകെണ്ണ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടുകെണ്ണ ചേർത്ത് കൊടുക്കാം. വഴറ്റുന്ന സമയത്ത് തന്നെ കടുകെണ്ണയിൽ വഴറ്റിയാൽ മതി. ഇവിടെ പക്ഷേ കടുകെണ്ണയുടെ സ്മെല്ല് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ അധികം വാങ്ങിക്കാത്തത് കൊണ്ടുമാണ് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് തിളപ്പിക്കാം. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റോളം തിളക്കട്ടെ ഇത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ മുളക് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല, വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ഇടാം. പക്ഷേ ബട്ടർ ചിക്കനിൽ ഇടുന്ന അത്ര നമ്മൾ ചിക്കൻ ടിക്ക മസാലയിൽ ഇടില്ല കേട്ടോ. ഉപ്പ് കുറവാണ്. അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുക. നല്ല കളർ ചേർത്തിട്ടില്ലെങ്കിൽ അത്യാവശ്യം കളറൊക്കെ ഉണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുള്ള കാരണം കളർ വരുന്നുണ്ട്. ഗ്രില്ല് ചെയ്തിരിക്കുന്ന ചിക്കൻ ഇടുമ്പോഴാണ് ശരിക്കും ചിക്കൻ ടിക്ക മസാലയുടെ കറക്റ്റ് ആ ഫ്ലേവർ വരിക. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒരു 5 മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലോട്ട് നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ 1/2 കിലോ ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്ര ഇടാൻ കിട്ടുമായിരുന്നില്ല. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലർ നീളത്തിൽ ഇടാറുണ്ട്. ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കുമ്പോൾ ചെറിയ പീസസ് ആയിട്ട് ഇടുള്ളൂ. അതുപോലെ തന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ചിലർ അതിലേക്ക് ക്യാപ്സിക്കും അതുപോലെ തന്നെ സവാളയും ഗ്രില്ല് ചെയ്ത് ഇടാറുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല കളർ ക്യാപ്സിക്കും അതുപോലെ തന്നെ സവാളയും കൂടെ ആ തൈര് മിക്സ് ചെയ്തില്ലേ നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്ത് അതും കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇടുന്നില്ല. ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ കറക്റ്റായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ആ ഒരു സ്മെല്ല് വരും. ഇത് കിടന്ന് 5 മിനിറ്റോളം അതിൽ കിടന്നിട്ട് നന്നായിട്ട് കുക്കാവട്ടെ. അതിനുശേഷം വീണ്ടും ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് ഒരു അല്പം കൂടി കസൂരി മെത്തി ചേർത്ത് കൊടുക്കുകയാണ്. കസൂരി മെത്തി നന്നായിട്ട് പൊടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു പാത്രത്തിൽ ഇച്ചിരി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ട് പൊടിച്ചാൽ മതി കേട്ടോ. ഇത് പക്ഷേ ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന കാരണം പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കുക. നമ്മൾ അവസാനം ഗാർണിഷ് ചെയ്യാനും നമ്മൾ മല്ലിയുടെ ഇല ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ സമയത്ത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഫ്ലേവറും കൂടെ വന്നോട്ടെ. പിന്നെ ഗരം മസാലയുടെ സ്മെല്ല് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട്
അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് മതി, എനിക്ക് അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഗരം മസാലയുടെ. ഓവറായി കഴിഞ്ഞാലും കൊള്ളില്ല, ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം എപ്പോഴും. മീഡിയം ഫ്ലെയിമിൽ തന്നെ മതി. 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി, കാരണം ഓൾറെഡി ഗ്രില്ല് ചെയ്തിരിക്കുന്ന ചിക്കനാണിത്. പിന്നെ ഒരു നുള്ളു മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പോകണം കേട്ടോ. ഒരുപാട് ഇടാൻ പാടില്ല, ചിക്കൻ ടിക്ക ആയതുകൊണ്ട് അത്യാവശ്യം എരിവുള്ള ഒരു കറിയാണിത്. അല്പം മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. അഥവാ ക്രീം ചേർക്കുകയാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ക്രീം ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്ത് അപ്പം തന്നെ ഓഫ് ചെയ്യുക. അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുള്ള കാരണം നല്ല ക്രീമി ആയിട്ടുള്ളൊരു കറിയാണിത്. പിന്നെ ഇതിൽ ഇനി ക്രീമിൻ്റെ ആവശ്യമില്ല. പിന്നെ തിക്നെസ് കണ്ട, ഈ ഒരു തിക്നെസ്സാണ് ഇരിക്കുന്നത്. ഞാൻ ഈ സമയത്ത് ഓഫ് ചെയ്യാൻ പോവുകയാണ്, കാരണം ഇരിക്കുമ്പോൾ കുറേയും കൂടെ തിക്കായിട്ട് മാറും. അപ്പോൾ ഓവറായിട്ട് ഇപ്പോഴേ തന്നെ തിക്കായി കഴിഞ്ഞാൽ പിന്നെ തണുക്കുമ്പോൾ ഒരുപാട് അങ്ങ് കട്ടിയായിട്ട് മാറും, അത് വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഈ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു പച്ചമുളക് ജസ്റ്റ് ഒന്ന് മുറിച്ചിടാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഒരു അല്പം മാത്രം ബട്ടർ അതിൻ്റെ മേലെ കൂടെ വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് മാത്രം മതി, ഒരുപാട് ബട്ടർ വേണ്ട. ഒരു പച്ചമുളക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓഫ് ചെയ്യാം. പുളി കുറവാന്ന് തോന്നുമെങ്കിൽ ഒരു അല്പം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ആംചൂർ പൗഡറാണ്. ആംചൂർ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈ മാംഗോ പൗഡർ, അതും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഒരുപാട് പുളി വേണ്ട നമ്മുടെ ചിക്കൻ ടിക്ക മസാലയ്ക്ക്. അപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം ശരിക്കും അതിൽ പിടിക്കുമ്പോഴാണ് ചിക്കൻ ടിക്ക മസാലയുടെ കംപ്ലീറ്റ് ടേസ്റ്റ് വരുള്ളൂ. ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുന്നേക്കാളും നല്ലത് കുറച്ച് കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് മസാലയുടെ ടേസ്റ്റൊക്കെ ചിക്കനിലോട്ട് പിടിക്കുകയുള്ളൂ. ഫൈനലി നമുക്ക് അതിൻ്റെ മേലെ കൂടെ കുറച്ചും കൂടെ മല്ലിയില തൂക്കി കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഗരം മസാല വേണമെങ്കിൽ ഗരം മസാലയുടെ പൗഡർ ഇച്ചിരി തൂക്കി കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ. ഇത് മതി. ഞാൻ ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചൂട്ടത്ത് ഇരുന്നിട്ട് തിളയ്ക്കുന്നതാണിത്. ഇത്രയുള്ള പരിപാടി. ഈസി പീസി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിന്ന് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് റുമാലി റൊട്ടിയാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും നാണിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഈവൻ വൈറ്റ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണിത്. ഇതാ അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഞാനൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാനിവിടെ റുമാലി റൊട്ടിയാണ് സെർവ് ചെയ്യുന്നത്. ഞാൻ റുമാലി റൊട്ടിയുടെ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല. ഞാൻ വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ. ഇത് ഹോം മെയ്ഡ് റുമാലി റൊട്ടിയാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേപോലെ പെർഫെക്റ്റ് ഒന്നും ആവില്ല, എന്നാൽ പോലും നന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഞാനത് ചെയ്യാം. അപ്പോൾ ഇതും കൂടിയിട്ടാണ് പിള്ളേർക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ടേസ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം കേട്ടോ, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്താ ഭയങ്കര കളിയാണല്ലോ. അയ്യോ, അച്ഛന് കിട്ടിയില്ല. മിസ് ചെയ്തു കാച്ച് ചെയ്ത് കൊണ്ട് പിടിച്ചില്ലായിരുന്നു. അയ്യോ, അയ്യോ, ഒരു പ്രാവശ്യം പോലെ ആ തൂരി പിടിക്കുന്നത് അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ലല്ലോടാ. ഇല്ല, ഞാൻ പ്ലെയിൻ ഓഫ് ചെയ്തു. Oh, sorry.